മക്കളെ, ഓൺ എക്സാമില് മാത്സ് പണി കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. വേണമെങ്കിൽ നോക്കി നോക്കടാ, നമുക്ക് 17 ഹിന്ദി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ 18 തന്നെയാണ് മാത്സ്. അതായത് മാത്സിന് നമുക്ക് പഠിക്കാൻ എക്സ്ട്രാ ഒരു ഡേയോ സമയമോ ഒന്നുമില്ല. നമുക്ക് അടുത്തടുത്തുള്ള ദിവസങ്ങളിലാണ് മാത്സ് വരുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ബാക്കോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ PYQs മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തു നോക്കിക്കോ, അതിലൊക്കെ ടഫായിട്ട് കാണുന്ന ആള് എന്ന് പറയുന്നത് മാത്സ് ആണ്. ശരിക്കും പഠിച്ചാൽ കിട്ടും, ശരിയാണ്, പഠിച്ചാൽ അടിപൊളിയായിട്ട് മാർക്ക് മക്കൾക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ അവിടെ ടൈം ഇല്ല. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതിലാണ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, മിസ് കുറച്ചുകൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ മിസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് കേൾക്കുക, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മിസ്സിന്റെ പ്ലാനിലേക്ക് പോരാ. മിസ്സിന്റെ പ്ലാനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെയാണ് മിസ് തരാൻ പോകുന്നത്. മിസ്സിന്റെ കൂടെ പഠിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ കുറെ ഒന്നും ഭയങ്കര നിങ്ങളെ ഇരുത്തി ഫുൾ ടൈം ഇതിലിരിക്കണം എന്നൊന്നും മിസ് പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കേൾക്കുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഇങ്ങ് കൂടെ പോരാ. അതായത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇന്ന് രാത്രി, അതായത് 14-ാം തീയതി രാത്രി 7 മണിക്ക് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവും. സ്റ്റഡി പ്ലാനിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരും എങ്ങനെയാണ് ഇനി വരുന്ന ലൈവ്, അതായത് ഹിന്ദിന്റെ ലൈവ് എങ്ങനെയാണ്, മാത്സിന്റെ ലൈവ് എങ്ങനെയാണ് നമ്മളുടെ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് ഒക്കെ വരുന്ന എങ്ങനെയാന്ന് പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് 7:30 നമ്മളുടെ മാത്സിന്റെ ആദ്യത്തെ ഫുൾ ചാപ്റ്റർ റിവിഷൻ. അതായത് ഇന്ന് 7 മണിക്ക്, ഇന്ന് 7:30, ഇന്ന് കൃത്യം 7:30 നമ്മൾ മാത്സ് ഫുള്ള് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യും. അതിൽ മിസ് മെയിൻ ആയിട്ടുള്ള എല്ലാ കണ്ടന്റും പറഞ്ഞുതരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ മെയിൻ ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് പറഞ്ഞുതരും. അതൊന്ന് സെറ്റാക്കി നമ്മളൊന്ന് റിവൈസ് ചെയ്ത് എല്ലാ ചാപ്റ്ററിനെയും ഒരു പരിചയപ്പെട്ട് വെക്കും. അപ്പൊ കുറെ തീരെ വായിക്കാത്തയും തീരെ പഠിക്കാത്തയും കുട്ടികളാണെങ്കിലൊക്കെ 7:30 പോരും. നമ്മൾ ഒറ്റ പ്രാവശ്യം, കുറെ സമയമൊന്നും ഉണ്ടാവില്ല, ഒറ്റ പ്രാവശ്യം നമ്മൾ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് എന്ന് പറയുന്നത് 18 എക്സാം, 18 എക്സാം ഉള്ളതിന് 17 രാത്രി നമ്മൾ ഒന്നുകൂടി 7 മണിക്ക് ഷോ ക്വസ്റ്റ്യൻ, അതായത് പിറ്റേന്നത്തെ എക്സാമിൽ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വന്നാലും, ഏത് കൊടുങ്കാറ്റ് വന്നാലും മക്കളെ ഇത് മറക്കരുത് പഠിക്കാൻ എന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ആ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ട് 17-ാം തീയതി എക്സാമിന്റെ തലേ ദിവസം 7 മണിക്ക് ഷോ ക്വസ്റ്റ്യനുമായിട്ട് ഞങ്ങൾ വരും. ദെൻ അടുത്ത 18-ാം തീയതി മക്കൾ എക്സാം എഴുതുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടി രാവിലെ 6 മണിക്ക് എണീറ്റ് ഓടി യൂട്യൂബിലേക്ക് വരിക, ഒരു പ്രാവശ്യം കൂടി റിവൈസ് ചെയ്ത് തരും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് രാത്രി നമ്മൾ അടിപൊളിയായിട്ട് ഒന്ന് റിവൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഷോ ക്വസ്റ്റ്യൻ പറഞ്ഞുതരും. പിന്നെ 18-ാം തീയതി ഒന്ന് റിവൈസും ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് സെറ്റ്. പക്ഷെ നിങ്ങൾ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവുക, അല്ല മിസ്സേ ഹിന്ദി അല്ലേ തിങ്കളാഴ്ച, അപ്പൊ എന്തിനാ മിസ്സേ ഈ 15-നും 16-നും ഒന്നുമില്ലേ, 15-ഉം 16-ഉം ഹിന്ദി പഠിക്കാനുള്ള ദിവസമാണോ, അത്ര ടൈമൊക്കെ വേണോ ഞങ്ങൾക്ക് ഹിന്ദിക്ക് എന്നുള്ളതാണ്. 15-ഉം 16-ഉം വെറുതെ ഇരിക്കാനുള്ള ദിവസമല്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 24 മണിക്കൂറും യൂട്യൂബിൽ ഇരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ. പക്ഷെ 24 മണിക്കൂറും ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്, അതാണ് നമ്മളുടെ വാട്സപ്പ് എന്ന് പറയുന്നത്. അപ്പൊ വാട്സപ്പിലെ മക്കൾക്കായിട്ട് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ് 8 മാത്സ് ബൈ ഹനീന എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സ്ആപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വേറൊരു സബ്ജക്റ്റും ഇല്ല കേട്ടോ, മാത്സിലെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് 10,000 കുട്ടികളിലേക്ക് എത്തുകയാണ് ഞങ്ങളുടെ ഈ ഒരു ഫാമിലി, ഞങ്ങളുടെ ഹനീന മിസ്സിന്റെ കുട്ടികളെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഞങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ ചെയ്തു കൊടുക്കുന്നു, അങ്ങനെ പഠിപ്പിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഈ 16, 15 ദിവസങ്ങളിൽ എന്താ പരിപാടി എന്ന് വെച്ചാൽ, 16-ഉം 15-ഉം ഈ ഒരു വാട്സ്ആപ്പ് ചാനലിലൂടെ നമ്മൾ അടിപൊളിയായിട്ട് ഞാൻ സമഗ്രയിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ, ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഞാൻ അതിലൂടെ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പൊ 2 ദിവസം മിസ്സിന്റെ കൂടെ വാട്സ്ആപ്പ് ചാനലിലൂടെ ഒരുമിച്ചിരുന്ന് നമ്മൾ പഠിക്കും. ബാക്കി 2 ദിവസം നമ്മൾ എന്ത് ചെയ്യും, യൂട്യൂബിൽ ലൈവിലും നമ്മൾ പൊളിക്കും. സോ ഇതാണ് നമ്മളുടെ പ്ലാന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും ഞാൻ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് നമ്മളുടെ ഹനീന മിസ്സിന്റെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ മക്കളും വാട്സ്ആപ്പ് ചാനലിലേക്ക് പോരുക കേട്ടോ. ആൻഡ് ഓൾസോ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ അടിച്ചു പൊളിക്കും, ഉഷാറാക്കും. ഈ 8ാം ക്ലാസ്സിന്റെ മാത്സ് പേപ്പർ തൂക്കടാ, അത് മിസ്സിന്റെ ഉറപ്പാണ്. ഓക്കെ, സോ ഇനിയും വീഡിയോസും ലൈവായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.